ഹലോ ഗൈസ്, അങ്ങനെ നമ്മളിതേ ട്രിവാൻഡ്രം സൂവിലേക്ക് എത്തിയേക്കുവാണ് കേട്ടോ. അപ്പം നമുക്ക് സൂ ഒക്കെ ഒന്ന് കാണാം. എന്തായാലും രാവിലെ ഞങ്ങൾ ഇറങ്ങി ഇവിടെ വന്ന് വണ്ടി പാർക്കിങ് ചെയ്യാൻ സ്ഥലമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കേട്ടോ. എന്തായാലും നമുക്ക് അകത്തോട്ട് പോകാം. അകത്തോട്ട് പോയിട്ട് നമുക്ക് നോക്കാം. ടിക്കറ്റൊക്കെ എവിടെ എടുക്കുന്നതെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം സൂവിൻ്റെ അകത്തേക്ക് നമ്മൾ വന്നു. ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുവാണ് കേട്ടോ. 10 മണിയാകുമ്പോൾ ഇവിടെ ഓപ്പണിങ് ആവുള്ളൂ. എനിവേ നമ്മൾ എന്തായാലും ഇതിൻ്റെ അകത്തോട്ട് കയറി. ഫസ്റ്റ് ടൈമാണ്. ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്, പക്ഷേ ഓർക്കുന്നില്ല കേട്ടോ. കൊച്ചിയിൽ വന്നതാണ്, കുഞ്ഞായിരുന്നപ്പോൾ. ഇവിടെ രണ്ട് ക്യൂ ഉണ്ട്. ഇവിടെ എല്ലാം അടച്ചിട്ടൊക്കെ കേട്ടോ. 10 മണിയാകുമ്പോൾ ഓപ്പൺ ആക്കത്തുള്ളൂ. ഇതിൻ്റെ അകത്തോട്ട് ജസ്റ്റ് നടക്കാമെന്ന് വിചാരിച്ചു. ആശാമ ഇവിടെ എന്തോ നോക്കി നോക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കളിക്കാനുള്ള സ്ഥലമൊക്കെ നോക്കട്ടെ. ഇപ്പോൾ കണ്ടോ? കേറിയാലോ? ഇപ്പൂസ് കേറിയാലോ എന്ന്. ഇനി ഇപ്പൂസാണ് വ്ളോഗർ കേട്ടോ. ഇപ്പൂസാണ് വ്ളോഗ് ചെയ്യുന്നത്. എന്താ അതെന്തോടെ സൗണ്ട് കേൾക്കുന്നത്? മാടത്ത് കടകളൊക്കെ ഇത് പറയുന്നുണ്ടല്ലോ മയില്. അപ്പൊ ഇവിടെ കുറെ പരിപാടി. ഇതാണ് മൃഗശാല എൻട്രി. കണ്ടോ, നമ്മൾ മൃഗശാല ട്രിവാൻഡ്രം സൂവിൻ്റെ എൻട്രിയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. പക്ഷേ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന 10 മണിക്കേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. 10 മണിക്കേ പറ്റുള്ളൂ. 10 മണിക്കേ നടക്കുകയുള്ളൂ. ഇൻഫർമേഷൻ സെൻറ്റർ, ക്ലോക്ക് റൂമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം 12 വയസ്സ് ബിലോ 12 ഇയർ ആൻഡ് പേരൻസ് 4 പേരാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100 രൂപ ടിക്കറ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അപ്പൂസും ഇപ്പൂസും ഭയങ്കര ബ്ലോഗർമാരെ. അവന്മാരെൻ്റെ ബ്ലോഗിങ് സ്റ്റാൻഡൊക്കെ വാങ്ങിച്ചു കേട്ടോ. ട്രൈപോഡ് വാങ്ങിച്ച് അമ്മമാർ കൊണ്ട് നടക്കും. നമുക്ക് ഈ കൈ കൊണ്ട് പിടിച്ചുകൊണ്ട് നടന്നാൽ അതാകുമ്പോൾ സൗണ്ട് ക്ലിയറായിട്ട് കിട്ടും. അത് അമ്മമാരെ എന്നാ വെച്ചാൽ വീഡിയോ എടുത്തോട്ടെ. ഇപ്പൂസല്ലേ സമ്മതിക്കത്തില്ല. ഈ ഫോണിൽ വീഡിയോ എടുക്കാനും സമ്മതിക്കത്തില്ല, ഒന്നും സമ്മതിക്കത്തില്ല അവൻ. ഗൈസ്, അപ്പോൾ വെള്ളക്കുപ്പിയായിട്ട് വരുന്നവർ അവിടെ ഒരു 20 റുപ്പീസ് അവിടെ അടച്ചിട്ട് നമ്മൾ 20 റുപ്പീസ് അവിടെ അടച്ചിട്ട് നമ്മൾ അതിൽ ബോട്ടിൽ ഒരു നമ്പർ ഒട്ടിക്കും കേട്ടോ. അത് നമ്മൾ തിരിച്ച് ബോട്ടിലോട്ട് വരുമ്പം നമുക്ക് റീഫണ്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ മാമനാണ് നമ്മുടെ ചെക്ക് ചെയ്യുന്നത് ടിക്കറ്റൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറുവാണ്. ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പം തന്നെ അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര വൈബാണ് കേട്ടോ. വൈബ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഗൈസ് ഇവിടെ മൊത്തം ബാറ്റാണ് ഗൈസ്, ബാറ്റ്. ഇവിടെ നമ്മുടെ കാട്ടുപോത്തുണ്ട്. നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇനിയിപ്പോൾ എൻ്റെ ഫേസ് കാണത്തില്ല, എല്ലാം ഇനി ഫ്രണ്ടോട്ടുള്ള കാണിക്കുള്ളൂ കേട്ടോ. ഗൈസ് നോക്കിയേ, നമ്മുടെ കാട്ടുപോത്ത് കണ്ടോ. നോക്കിയേ, 2 പേരും ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇത് 2 ആണ്ട് അവിടെ വരണം കേട്ടോ. സൗണ്ട് കേൾക്കാൻ പറ്റുമോ? ബാറ്റിൻ്റെ ഫുള്ള് ബാറ്റാണ് കേട്ടോ. ഇവിടെ മൊത്തം തൂങ്ങിക്കിടക്കുവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. ഞാൻ കൊച്ചിലെ വന്നതാണ്. ട്രിവാൻഡ്രം സൂ കാണാൻ വേണ്ടി. അന്ന് പപ്പയും മമ്മിയും കൂടെ ആണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇതെൻ്റെ കാട്ടുപോത്ത് കേട്ടോ. ഗോർ സൗത്ത് ഏഷ്യയിൽ കാണപ്പെടുന്നത് ഇത് ഇവിടെ കണ്ടോ. ലൈഫ് സ്പാൻ 30 ഇയർ. പിന്നല്ലാതെ പിന്നെ പോത്ത് പിന്നെ പുല്ലില്ലാതെ വേറെ എന്താ ഗൈസ്. ഇവിടെ വേറൊരു ഐറ്റം ഉണ്ട്. നമ്മുടെ ഒരു മങ്കി ഉണ്ട് കേട്ടോ. താണ്ട്രാ മങ്കി കണ്ടോ ഗൈസ്. അവിടെ ഒരു മങ്കി ഇരിക്കുന്നുണ്ടോ? കണ്ടോ ബ്ലാക്ക് കളർ. അതിൻ്റെ ഫേസ് കണ്ടോ? എനിക്ക് അടിപൊളി. എന്താണല്ലോ അടിപൊളി. ഇതങ്ങോട്ട് ചാടി പോകത്തില്ല. വാച്ചാൽ മരത്തിന് ചാടാനുള്ളതുള്ളല്ലോ. ആ മണ്ടൻ ഇതിൻ്റെ അകത്ത് തന്നെ കിടക്കുവാണ് കേട്ടോ. ഇങ്ങോട്ടും വരത്തില്ല അത്. ആ മരത്തിന് ചാടി പോകാനുള്ളതേ ഉള്ളല്ലോ അത്. ലൈൻ ടേൾഡ് കേട്ടോ. സിംഹവാലൻ കുരങ്ങാണത് കേട്ടോ. കാണാമോ നിങ്ങൾക്ക്? ഓക്കെ കണ്ടോ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. ഗൈസ് നോക്കിയാൽ കണ്ടോ, മൊത്തം ഇതിൻ്റെ സൗണ്ടാണ് കേട്ടോ. വവ്വാലുകൾ തൂങ്ങിക്കിടക്കണം കേട്ടോ. ഗൈസ് ഇവിടെ വേറൊരു കുരങ്ങ് കേട്ടോ.
ഒരു മങ്കി ഉണ്ട് കേട്ടോ. അയ്യോ അത് നടക്കാൻ പറ്റില്ല. അത് ഫാറ്റി മങ്കി കേട്ടോ. അതിന് നടക്കാൻ പോലും വയ്യ കേട്ടോ. അത് 2 എണ്ണം ഉണ്ട് കേട്ടോ. അതിൻ്റെ അത് വേറെ ഒരെണ്ണം കൂടെ അതിൻ്റെ അപ്പുറത്തിരിപ്പുണ്ട് കേട്ടോ. അതുങ്ങളെന്തോ തിന്നുകയോ പിടിക്കുകയോ ചെയ്യുകയാണ്. നോട്ട് ചെയ്യാം. അപ്പോൾ തന്നെ ഇതാണ് ബംഗാൾ കുരങ്ങ് കണ്ടോ. ബംഗാൾ കുരങ്ങാണ് അതിൻ്റെ അകത്തിരിക്കണം. ഗൈസ് ബംഗാൾ കുരങ്ങുകളെ നിങ്ങൾക്ക് ഒന്നുകൂടെ നല്ലതായിട്ട് കാണണമെങ്കിൽ ഇതേണ്ടിരിക്കണം കേട്ടോ. കണ്ടോ അമ്മമാരവിടെ എന്താ പരിപാടി നടക്കില്ല. ഒരാൾ അവിടെ നിന്ന് ചൊറിഞ്ഞുകൊണ്ട് പോകണ്ട. ഒരുത്തർ നാട് കയറി പോകണം. കണ്ടോ നമ്മൾ അടുത്ത കാണാൻ പോകുന്ന ഇതാണ് കേട്ടോ. ഈ 2 സാധനങ്ങളാണ്, വെള്ളറിയയും കാട്ടുകോഴി. പക്ഷേ കാട്ടുകോഴിയെ കണ്ടില്ല. അകത്ത് ഗിനി കിടപ്പുണ്ട് കേട്ടോ. ഗിനി കോഴി കിടപ്പുണ്ട്. കാട്ടുകോഴിയെ നമ്മൾ കണ്ടില്ല. പക്ഷേ ഇവിടെ 2 ഒട്ടകപക്ഷി പോലത്തെ വൈറ്റ് റിയാന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് ഇവിടെ ഉണ്ട് കേട്ടോ. സെയിം ഒട്ടകപക്ഷി പോലെ, അല്ലെങ്കിൽ മറ്റേ ഒട്ടകപക്ഷി പോലത്തെ സെയിം സാധനം കേട്ടോ. സെയിം അതുപോലെ തന്നെ ഓസ്ട്രിച്ച് പോലത്തെ. എന്നാലും മറ്റേ കാട്ടുകോഴി നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതെവിടെയാണോ അതിനെ കണ്ടില്ല ഗൈസ്. അതകത്തും അല്ലായിരിക്കും, എവിടെയായിരിക്കും ഗൈസ്. ഇവിടെ 2 ഔൾ ഇരിപ്പുണ്ട് കേട്ടോ. കൂമൻ ബ്രൗൺ ഫിഷ് ഔൾ. ഇവിടെ ഉണ്ട്. വേണ്ട ഒരെണ്ണം കണ്ടോ. ഇവിടെ ഒരെണ്ണം ഇരിപ്പുണ്ട് ഗൈസ്. ഇവിടെ ഒരെണ്ണം ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരെണ്ണം ഇരിപ്പുണ്ട് കണ്ടോ. കൂമൻ ഹലോ മിസ്റ്റർ ഗൈസ്. ഹലോ അമ്മ നോക്കുന്നില്ല ഗൈസ്. നോട്ടം കണ്ടോ. അയ്യോ അതെ പരന്നിരിക്കുന്ന പോലെ ഇരിപ്പുണ്ടല്ലേ ഗൈസ്. അടിപൊളി കണ്ട. അപ്പൂസിന് ഇഷ്ടമുള്ള 2 സാധനങ്ങൾ കേട്ടോ. ഇവിടെ വേണ്ട മെക്കാവോ ഇരിക്കുന്നുണ്ട്. അവനെന്തോ അവിടെ പറ്റി പിടിച്ചിരിക്കുന്നത്. 2 പേരാ അത്. ഓഹോ 2 പേരും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടോ 2 പേര്. ഇതിന്റെ പേര് നോക്കിക്കേ, ബ്ലൂ ക്രൗണ്ട് ടീജർ. കണ്ടോ നോക്കിക്കേ. തൊപ്പി. ഇത് അടിപൊളി കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി സാധനം കേട്ടോ. അതിൻ്റെ തലയിൽ ഇതുണ്ടോ തൊപ്പി പോലെ ഇരിക്കുന്നത്. എന്ത് രസമാണ് നോക്കിയേ. അടിപൊളി. ഇത് നമ്മുടെ സൺ കൊണൂർ. പിന്നെ നമ്മുടെ ഇവിടെ പാരക്കറ്റുകളുണ്ട് ഗൈസ്. നമ്മുടെ മോതിരത്തത്ത റോസ് റിങ്ങഡ് പാരക്കറ്റ്. അതല്ല ഇത് വേറെ. ഇതിൻ്റെ ഈ ഇവിടെ ഇങ്ങനെ ഉണ്ട് ഒരു ചെവി പോലെ. മറ്റേതില്ലല്ലോ. കണ്ട കാട്ടുപൊങ്ങ ഗൈസ്. കണ്ട അടിപൊളി. എന്നാ വലുതല്ലേ ഗൈസ്. ഇവിടെ ഇഷ്ടംപോലെ മഞ്ചാടിക്കൂര് കിടപ്പുണ്ട് കേട്ടോ. നോക്കിക്കേ കണ്ടോ. പണ്ട് നമ്മൾ ഇത് വെച്ചിട്ട് കളിക്കത്തില്ലായിരുന്നോ, നിറവെട്ടൊക്കെ കളിക്കുന്നത് അതുപോലത്തെ സാധനം. കണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് മഞ്ചാടിക്കൂര്. ഇവിടൊക്കെ തറ കിടപ്പുണ്ട്. മറ്റേ ജംസ് മുട്ടായി കിടക്കുന്ന പോലെ കിടക്കും. നോക്കി മഞ്ചാടിക്കൂര്. അതെ ആണ്ട് ഗൈസ് ഹനുമാൻ കുരങ്ങ് കേട്ടോ. എൻ്റെ പേരാണ് ഹനുമാൻ കുരങ്ങ്. ഓക്കെ എല്ലാവരും വായിച്ചോ. ആണോ പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇപ്പോൾ ചാടും ഗൈസ്. ഇത്തരം കരിങ്കുരങ്ങ് ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം കേട്ടോ. ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. കരിങ്കുരങ്ങ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈവ് ഒരു മങ്കിനെ കാണിച്ചു തരാം. കരിങ്കുരങ്ങിനെ കാണിച്ചു തരാം കേട്ടോ. വാച്ചേ തിരിഞ്ഞ് കഴിഞ്ഞോട്ട്. വാച്ചേ
ഇങ്ങോട്ട് നോക്ക് ഗൈസ്. ഇവിടെ വേണ്ട നോക്ക്, മണ്ടയ്ക്ക് മാനുകളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ കണ്ടോ. ഗൈസ് കണ്ടോ, ഈ മരത്തിൻ്റെ ഈ വള്ളികളെല്ലാം താഴോട്ട് കിടക്കുന്നുണ്ടോ. കണ്ടോ, ഇതിൻ്റെ റൂട്ട്സ് എല്ലാം താഴെ കിടക്കുന്നുണ്ടോ. ഇത് കണ്ടോ, അതിൻ്റെ റൂട്ടാടി. ആ ഇത് വള്ളിച്ചെടി എല്ലാം തൂങ്ങി കിടപ്പുണ്ട് കേട്ടോ. കണ്ടോ ഉണ്ട് ഹിമാലയൻ കരടി. പക്ഷേ കരടി മാമൻ എവിടെയാണ് കാണുന്നില്ല. കരടി മാമ, കരടി മാമ, കരടി മാമനെ കാണുന്നില്ല ഗൈസ്. അവിടെ എവിടെയെങ്കിലും കാണും മണ്ടേക്ക്. എന്ത് അവിടെ ഒന്നും ഇല്ലടാ, കാണുന്നില്ല ഗൈസ്. ഇവിടെ ക്രോക്കഡോയില് കരുന്ന ഓട്ടറല്ലേ ഗൈസ്. നമുക്ക് താഴോട്ട് പോവാം ഗൈസ്. ദാണ്ട് ദാണ്ട് ഇവിടെ ഉണ്ട് ഗൈസ് ഡയർ. കണ്ടോ, ഇതിനായിരുന്നു നമ്മള് കണ്ട്. ആ അതാണ്ട് ഗൈസ്, രണ്ടെണ്ണം കണ്ടോ, രണ്ടെണ്ണം ഉണ്ട് അവിടെ കേട്ടോ. കണ്ടോ പന്നിക്കരടി, തേൻ കരടി എന്നൊക്കെ പറയും ഗൈസ്. ഒരു യമണ്ടം മീൻ ഗൈസ്, യമണ്ടം മീൻ. നിങ്ങൾക്ക് കാണാമോ? അതേണ്ട വേണ്ട വരുന്നുണ്ടോ? ഓ എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത മീൻ കേട്ടോ. ഓടാ പൊന്നെ. ദാണ്ട്രാ അങ്ങ് ആ മരത്തിൻ്റെ ചോട്ടിൽ കണ്ടോ. ദാണ്ട്രാ ആ മരത്തിൻ്റെ ഇടയിൽ കൂടെ ദാണ്ട താഴെ കൂടെ ദാണ്ട് വരുന്നുണ്ടോ. വേണ്ട ഈ മരത്തിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നു കണ്ടോ. കണ്ടോ കണ്ടോ, വെള്ളം എടുത്താണ്ടോ, പുല്ലിരുന്നുണ്ടോ. കണ്ടോ 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 കണ്ടോ. ആ അത് കാർപ്പ് ഗൈസ്. അടുത്ത നമുക്ക് ഓട്ടറിനെ കാണാം. ഓട്ടർ അതായത് നീർനായ എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ മറ്റേ എന്തോ നീർനായ അല്ല, വേറെ നമ്മളവിടെ പറയണേ കഴുന്ന എന്നൊക്കെ പറയുന്ന സാധനം കേട്ടോ. ഇവിടെ ഉണ്ട് കേട്ടോ. ബാ ഇമാരിവിടെ നീന്തി നടക്കണം കണ്ടോ. കണ്ടോ കയറുന്നുണ്ടോ. ഇതാണ് നീർനായ അല്ലെങ്കിൽ കഴുന്ന എന്നൊക്കെ പറഞ്ഞ നമ്മുടെ കാലൊക്കെ പിടിച്ച്. ഞങ്ങളുടെ ആറ്റിൽ ഇഷ്ടം പോലെ ഉണ്ട് കഴിച്ച്. ഇപ്പോൾ മാര് കൂട് കൂട്ടി ഇങ്ങനെ പ്രസവിച്ച് കൂട്ടുന്നുണ്ട് നമ്മുടെ ഇവിടെ. കണ്ടോ അവിടെ ഇരിക്കുന്നുണ്ടോ മാര്. മീനുകളെയാണ് തിന്നുന്നത്. അമ്മമാർ മീനുകളെ മാത്രമേ തിന്നുള്ളൂ. അപ്പം നമ്മൾ ഈ വെള്ളത്തിറങ്ങുമ്പോൾ നമ്മുടെ കാലെ പിടിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കാലിൻ്റെ വെള്ളഭാഗം കണ്ടിട്ടാണ് അമ്മമാർ നമ്മുടെ കാലെ പിടിക്കുന്നത്. മനസ്സിലായി? അത് മീനാണെന്ന് വിചാരിച്ചിട്ടാണ് അമ്മമാർ പിടിക്കുന്നത്. പിന്നെ അത് അമ്മമാർ ശീലമായി. അമ്മമാർ കടിച്ച് അമ്മമാർക്ക് ചോര കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മമാർ എപ്പോൾ ആൾക്കാർ വെള്ളത്തിറങ്ങിയാലും അമ്മമാർ പിടിക്കുക. അതങ്ങനെയാണ്. ഓക്കെ പൈസ കണ്ടോ. അമ്മമാർ നീന്തി വരുന്നുണ്ടോ. കണ്ടോ എന്നാ സ്പീഡാണ് നീന്തുന്നേ. അല്ല വെച്ചേ കണ്ടോ. ഇവർ തപ്പിയാണ് കണ്ടോ കണ്ടോ കണ്ടോ. ആ നമ്മുടെ വെള്ളത്തിൽ ആറ്റിലൊക്കെ ഇതാണോ. ഇവർ ഭയങ്കര സ്പീഡാണ് കേട്ടോ. കണ്ടോ കണ്ടോ എന്ത് സ്പീഡിലാണ് നീന്തു. കണ്ടോ 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 എന്നാ സ്പീഡിലാണ് നീന്തുന്നല്ലേ. ഇവരെ കണ്ടിട്ടാൻ ഭയങ്കര പാടല്ലേ കൊണ്ടിട്ട് പോയി കഴിഞ്ഞാൽ. കണ്ടോ ഇതാ നമ്മുടെ ആറ്റിലുള്ളടാ. കഴുതയുണ്ടോന്ന് ഓട്ട്. നമ്മളവിടെ ഓട്ടർ തന്നെയാണ് കഴുതെന്ന് പറയുന്നത്. കണ്ടോ അതമ്മ അവിടെ കയറി കണ്ടോ. അതിന്റെ വാലൊക്കെ കണ്ടോ ഒരുമാതിരി പരന്നിട്ടുള്ള വാല്. കണ്ടോ കണ്ടോ. ഈ വാല് വെച്ചിട്ടാണ് അമ്മമാര് കൂടുതലും നീന്തുന്നത്. പിന്നെ അതുപോലെ അമ്മമാരുടെ കാലുകളും ഇങ്ങനെ വിടർന്നാണ്, അതായത് ഇങ്ങനെ വിടർന്നായിരിക്കുന്നത്. അതിലെല്ലാം ഫിൻ പോലെ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഡക്കിന്റെ പോലെ അത് വെച്ചിട്ടാണ് അമ്മമാർ അത്രയും സ്പീഡിൽ നീന്തുന്നത്. പിന്നെ ഇവന്മാര് ഭയങ്കര ശല്യമാണ് കേട്ടോ നമ്മുടെ ആറ്റില്. കേട്ടോ ഇവന്മാര് ഭയങ്കര ശല്യക്കാരാണ് കേട്ടോ. നമ്മളൊരു മനുഷ്യനെ വെള്ളത്തിൽ ഇറങ്ങാൻ സമ്മതിക്കില്ല. പിന്നെ ആ ഭാഗത്തുള്ള ഒറ്റ മീനുകളും കാണത്തില്ല. ഇവന്മാര് ഭയങ്കര ഡേഞ്ചറുമാണ്. ഇവരെ കാണാൻ ക്യൂട്ടാണെങ്കിലും ഉണ്ടല്ലോ ഭയങ്കര ഡേഞ്ചർ. അതിനടുത്തായിരുന്നു പക്ഷേ
ഇമാര് ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. ഇമാര് ഭയങ്കര ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ നമ്മള് ഇമാര് ഞാൻ പറഞ്ഞില്ല കാലിന്റെ വെള്ളം കണ്ടിട്ടാണ് ഇമാര് നമ്മുടെ കാലെ പിടിക്കുന്നത്. വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ കാരണം അത് മീനാന്ന് വിചാരിച്ചിട്ടാണ് ഇമാര് കയറി പിടിക്കുന്നത്. ഇമാര് മീൻ മാത്രമേ തിന്നുള്ളൂ. പിന്നെ നമ്മൾ തീറ്റയൊക്കെ ഇട്ട് കൊടുത്താൽ ചിക്കനൊക്കെ ഇട്ട് കൊടുത്താൽ ഇവർ വേണേൽ തിന്നും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റുകൾ ഇവർ അറിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ എന്ത് ചെയ്യും, ഇവർ നമ്മളെ പിടിക്കാൻ തുടങ്ങും. മനസ്സിലായോ? നമ്മുടെ കാലെ പിടിക്കും, മുറിവുണ്ടാക്കി അത് തിന്നാൻ നോക്കും. ഇതൊക്കെയാണ് അമ്മമാർ പറയും. കോഴിയൊക്കെ പിടിക്കും ഇവന്മാർ. അമ്മമാർ കിട്ടുന്ന എല്ലാത്തിനും പിടിക്കും. ഇവന്മാർ ഭയങ്കര പ്രിഡേറ്റേഴ്സാണ്. പ്രിഡേറ്ററുകളാണ് ഇവന്മാർ. ഭയങ്കര ഷാർപ്പ് ടൂത്താണ് ഇവന്മാരെ. കണ്ടോ ഇവിടെ മൊത്തം ബേഡ്സാണ് കേട്ടോ. പാലിക്കൺസ്, ഫ്ലെമിംഗോ, അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങളുണ്ട്. പിന്നെ കൊക്കുമണ്ടി, അങ്ങനെയുള്ള എല്ലാ ബേഡ്സും ഉണ്ട്. അത് ഇമാര് ഇങ്ങനെ പറക്കും കേട്ടോ. വട്ടമിട്ട് പിന്നെ മണ്ട കൂടെ പറക്കും. കുറേ വെറൈറ്റി കിളികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ നീർക്കാക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഗൈസ് എന്നാലും കുട്ടികളായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു വട്ടമെങ്കിലും വന്ന് കാണുക. ട്രിവാൻഡ്രം സൂ നമ്മുടെ കേരളത്തിലുള്ള ഒരു സൂ ആണ്. പിന്നെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. തേക്കടിയിലൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുമാതിരി ബേഡ്സിനെ എല്ലാം കാണാം കേട്ടോ. പിന്നെ ഗ്ലാസ് മൊത്തം നല്ല വൃത്തിയായതുകൊണ്ട് ക്ലിയറായിട്ട് കാണാം. ഞാൻ കളിയാക്കി പറഞ്ഞതാണ് കേട്ടോ. എന്നാലും കാണാമല്ലോ നിങ്ങൾക്ക് അത്യാവശ്യം. ഓക്കെ, ഇത് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊക്കെ കുറേ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ. അവരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നതുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് ഒത്തിരി എന്താ പറയുന്നത്, കാണാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നല്ലതായിട്ട് എടുക്കുന്നത് കേട്ടോ. മാക്സിമം എടുക്കുന്നത് കേട്ടോ. ഇത് ബേഡ്സൊക്കെ, അതായത് ഈ സൂവിൽ വരാൻ കാരണം പുതിയ ഇഷ്ടമാണ്. അതേപോലെ തന്നെ നമ്മുടെ കുറേ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. നോക്കിയേ, എന്താ ഇവിടെ ഫുൾ ബാഗ്സ് ആണ്. അയ്യോ ഗൈസ്, ഇവിടെ ഒരു സാധനം ഇരിപ്പുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ തൊട്ടടുത്തതുകൊണ്ട് ഈ ആശാന്റെ കാലിന് എന്തോ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. അത് ഇരിക്കുന്ന ഇരിപ്പ് ഇത്ര ശരിയല്ലോ. നോക്കിയേ, കണ്ടോ ഇവിടെ ഒരു സാധനം ഇരിപ്പുണ്ട്. ഞാൻ ഇത്ര നേരം ഇവിടെ നിന്നിട്ട് കണ്ടില്ല കേട്ടോ. ഇല്ല, ഇതിന്റെ കാല് വയ്യാത്താടാ. നീ കടിച്ചാണോ? അത് കാല് വയ്യാത്തോണ്ടാണ് അങ്ങനെ ഇവിടെ ഇരിക്കുന്നത്. കണ്ടോ പക്ഷെ അവിടെ താഴെ കുറെ ബേഡ്സ് ഇരിക്കുന്നു. കണ്ടോ നിങ്ങള്? കണ്ടോ, കാണാവോ? ഓക്കെ, എന്റെ വാലിത ഇവിടെ പോയിട്ടുണ്ട്. കണ്ടോ എന്നാ വലിയ സാധനം. നല്ല നല്ല വലിയ സാധനം കേട്ടോ. ഇതിന്റെ വാല അവിടെ തൊട്ട് ഇവിടം വരെ ഉണ്ട് കേട്ടോ. ലെങ്ത് പിന്നെ വേണ്ട ഇവിടെ 2 ആശാമാരുണ്ട് ഗൈസ്. കണ്ടോ കിടക്കുന്നേ ഒരു പൊണ്ണത്തരിയൻ. കണ്ടോ കണ്ടോ ഗൈസ്, കഴുകനെ കണ്ടോ? പൗൾച്ചർ ഇവിടെ 2 എണ്ണം ഉണ്ട് കേട്ടോ. 2 പേരുണ്ട് ഇവിടെ. ഇതൊന്ന് അതൊന്ന്. കണ്ടോ മറുക്ക് നെസ്റ്റ് പോലെ ഉണ്ടാക്കി കൊടുത്തത് അതിൻ്റെ അകത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ ഇതിനെ ശരിക്കും ഞാൻ അടുത്ത് കണ്ടിട്ടുണ്ട് ഗൈസ്, നേരിട്ട് കണ്ടിട്ടുണ്ട്. ഈ കൂട്ടിലല്ലാതെ കേജ് അല്ലാതെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ വേറൊരു സാധനമുണ്ട്. എൻ്റെ ഇവിടെ 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 ഇത് ഇരിപ്പുണ്ട് കേട്ടോ. പരുന്തിരിപ്പുണ്ട്. എൻ്റെ ഫേസ് കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? കണ്ടോ ഇച്ചിരി ഇതായി. കണ്ടോ ഗൈസ്, ഇവിടെ ഒരു ആശാൻ ഇരിപ്പുണ്ട്. കണ്ടോ നിങ്ങൾ?
കണ്ടോ ഒരു വൈറ്റ് കളറ് കണ്ടോ? ആ ഗൈസ്, ഇത് ബംഗാൾ കഴുകൻ. ഓക്കെ, ഇത് ബംഗാൾ കഴുകനാണ് കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട് ഇറാൻ, അഫ്ഗാൻ, പാകിസ്ഥാൻ, നേപ്പാൾ, ഇന്ത്യ, ചൈന എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. ഇതുങ്ങളെല്ലാം ഹിമാലയൻ വോൾച്ചേഴ്സ് ആണ് കേട്ടോ. കാണാവോ? ഇതെല്ലാം ഹിമാലയൻ വോൾച്ചേഴ്സ് ആണ്. ദേശീയ പക്ഷി മയിൽ, പീക്കോക്ക് നോക്ക് കണ്ടോ. ഇവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്തായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. പക്ഷെ നമുക്ക് വളർത്താൻ പറ്റത്തില്ലല്ലോ. അല്ല, പണ്ട് ഞാൻ മീററ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കുഞ്ഞുങ്ങളെയും ഇതിൻ്റെ മുട്ടയും എന്താ പറയുക ഇതിനെല്ലാം അടുത്തടുത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു കുഞ്ഞിനെ എനിക്ക് കിട്ടിയതുമാണ്. നല്ല രസമാണ്. എന്തോ ബ്യൂട്ടിഫുൾ അല്ലേ, അടിപൊളിയല്ലേ. അതെ, നീ എങ്ങനെ ഇവിടെ വന്നേടേ? നീ എന്തെങ്കിലും നടക്കുന്നേ? നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കൊണ്ടിരിക്കുക. വേണ്ട നേരിട്ട് അടുത്ത് കാണാൻ പറ്റുന്നുണ്ടോ? എടാ ഓടിക്കണ്ട. അതപ്പോൾ ഇതൊക്കെ നടക്കട്ടെ. ഇത് ഒത്തിരി ദൂരം പറന്നില്ലെങ്കിൽ ഇത് അത്യാവശ്യം പറക്കും കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടി പറക്കുന്നത്. ആ വാല് കുണുക്കിയുള്ള പറക്കം കാണാം, അടിപൊളിയാണ്. ആ ചിറക് വിരിച്ച് കഴിയുമ്പോഴത്തേക്കിന് ബ്രൗൺ കളറാണ് അതിൻ്റെ അടി. മോനെ ഈ ആശാമ ഇവിടെ നിന്ന് ചോദിക്കുകയാണ് പീല് വിടർത്തി കാണിക്കാവോ എന്ന്. ചെറുക്കിളി പോയി. ആശാമയുടെ വിചാരം പറഞ്ഞു കഴിഞ്ഞാൽ അത് പീല് വിടർത്തി കാണിക്കുന്ന കേട്ടോ. പീല് വിടർത്തി ആടുകൂടെ നിങ്ങള്? പരുന്നിനെ കണ്ടോ? എന്നാ സാധനം അടിപൊളി. ഇരിപ്പുണ്ട് അവൻ്റെ. ഹലോ, ഒരു രക്ഷ കേട്ടോ. എന്ത് രസം, എന്ത് ക്യൂട്ടല്ലേ കാണാൻ. ഇതിനെ നമ്മ പറഞ്ഞ പുറകെ ഇത് വിടർത്തി കാണിച്ചു കഴിച്ചു. കണ്ടോ? സൂപ്പർ. ഇങ്ങോട്ട് തിരിയേ. അമ്മ ഡാൻസ് വെച്ച് കാണിച്ചു. അടിപൊളി. കണ്ടോടാ അപ്പു? ഇപ്പൊ കണ്ടോ ഡാൻസ്? കണ്ടോ പീകോക്ക് ഡാൻസ്? കണ്ടോ? അടിപൊളി. അയ്യോ അടിപൊളി കേട്ടോ. ആശാമ്മ പറഞ്ഞത് കേട്ട് കേട്ടോ. ആശാമ്മ പറഞ്ഞത് കേട്ട് അവര് ഡാൻസ് കളിക്കും കേട്ടോ. അതവിടെ നോട്ടെ, അത് കളിക്കട്ടാ ഡാൻസ്. അയ്യോ ഗൈസ്, ഞങ്ങൾ ഓടി വരുമായിരുന്നു ഗൈസ്. വേണ്ടി ഇവന്മാര് താഴെ വന്ന് ഇപ്പോണ്ട് കേട്ടോ. വേറെ നോക്കിയേ, കണ്ടോ? ഇവിടെ കണ്ടോ ഗൈസ്, ലയൺ കിടപ്പുണ്ട് കേട്ടോ. ലയൺ കിടപ്പുണ്ട് ഗൈസ് അവിടെ. പക്ഷെ ആ 2 ലയണാണ് വാച്ച്. ഒന്ന് കണ്ടോ, ലയൺ കിങ് ആ കേട്ടോ. ഒന്ന് അവൻ ആ കല്ലിലേ കിടക്കുള്ളൂ. കണ്ടോ? അടിപൊളി. എമ്മു ഗൈസ് കണ്ടോ? എമ്മു ഒരു മുട്ട തരുമോ? എമ്മു ഒരു മുട്ട തരുമോ? ആ നമ്മുടെ നീർക്കുതിര. എന്തിനാണ് ഇവനെ നീർക്കുതിര എന്ന് വിളിക്കുന്നത് നമുക്കറിയത്തില്ല. കുതിരയായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ജീവി നീർക്കുതിര. ഇപ്പൊ പെട്ടാണോ? കണ്ടോ? നമുക്ക് പോസ് ചെയ്യുന്നുണ്ടോ അവന്മാര്? കണ്ടോ? തീറ്റി ഇനാണ് കേട്ടോ. പുല്ലുകൾ ഇനി ഇവന്മാരുടെ ഒറ്റ ചാട്ടം വെള്ളത്തിൽ പോയി കിടക്കും. ഇന്ന് സെറ്റ് ഗ്ലാൻസ് ഇല്ലാത്തത് കൊണ്ടാണ്
ഇവന്മാർ വെള്ളത്തിൽ കിടക്കുന്നത് എപ്പോഴും ഇവന്മാരുടെ ശരീരം തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. അതാണ് മെയിനായിട്ടുള്ള ഇതിന് കാര്യം അല്ലേ. ഇതെന്തുകൊണ്ടാണ് വാച്ച ഇത് എപ്പോഴും വെള്ളത്തിൽ കിടക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് എപ്പോഴും വെള്ളത്തിൽ കിടക്കുന്നത്? എന്തോ ഇല്ലാത്തതാണ്. അതിപ്പോൾ ഞാൻ വെറുതെ കേട്ടിട്ടല്ലേ. ഇതിൻ്റെ ശരീരം പെട്ടെന്ന് ചൂടാവും. ഇതിന് സെറ്റ് ഗ്ലാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വെള്ളത്തിൽ അതിൻ്റെ ശരീരം തണുപ്പിക്കാൻ വേണ്ടി എപ്പോഴും വെള്ളത്തിൽ കിടക്കുന്നത്. അത് അവരുമായിട്ട് ടൈം ആയിരിക്കും. അവരെപ്പോഴും തീറ്റ കൊടുക്കുന്നുണ്ട്, മനസ്സിലായി. അവർ വൃത്തിയാക്കാനൊക്കെ ഇറങ്ങുന്നതല്ലേ. ഉണ്ടോ? ഇത് 40 km/h ഇത് ഓടും. വേണമെങ്കിൽ 40 km/h ഓടും. അതിൻ്റെ ഒരു ബൈറ്റ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സൂപ്പർ ബൈറ്റ് പവറാണ്. സിംഹത്തെക്കാളും ബൈറ്റ് പവറാണ് ഇവന്മാർക്ക്. ഇവന്മാർ ഒരൊറ്റ കടി കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലയൊക്കെ പൊട്ടിച്ചിതറും. അതുപോലത്തെ ബൈറ്റ് പവറാണ് ഇവന്മാർക്ക്. അടിപൊളിയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ അവിടുന്ന് ഹിപ്പോപ്പൊട്ടാമസിനൊക്കെ കണ്ട് ഇവിടെ അതേണ്ട് ഇത് മ്ലാവ് കണ്ടോ? പുള്ളിമാനെ കണ്ടോ നിങ്ങൾ? ഇനി നിങ്ങൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിനിമയിൽ കണ്ടാൽ മതി. നമ്മുടെ ഒടിയൻ്റെ അകത്ത് മോഹൻലാൽ ഇങ്ങനെ ആയി വരത്തില്ല, ആ പുള്ളിമാനാണ് ഇത് കേട്ടോ. ഗൈസ് നോക്ക് ഗൈസ്, കണ്ടോ? നമ്മൾ വന്നപ്പോൾ അത് ഓടിപ്പോയി കേട്ടോ. കുഞ്ഞുങ്ങളും ഉണ്ട്, വലിയ മാനുകളും ഉണ്ട്. വലിയ മാനിൽ ഇത്രയേ ഉള്ളെന്ന് തോന്നുന്നത് കേട്ടോ. അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് രസമുണ്ട്, എന്ത് ബ്യൂട്ടിഫുള്ളാണത്. ഒരു രക്ഷയില്ല. എന്ത് ഭംഗി, എന്ത് ബ്യൂട്ടിഫുള്ളാണെന്ന് നോക്കിയാൽ. അതിൻ്റെ കളറ് കണ്ടോ, അടിപൊളി. എന്താ നോക്കണ്ട ഗൈസ്, പുളിപ്പുലിയെ കണ്ട? അവിടെ കയറാൻ പറ്റത്തില്ല. ഇവിടെ കണ്ട? 2 പേരുണ്ട് കേട്ടോ. ഇങ്ങോട്ട് പാടേ, അങ്ങോട്ട് പോകാതെ. അതൊരു മൈൻഡ് പോലും ഇതാ. നോക്ക്, ബംഗാൾ ടൈഗർ വേണ്ട, ബംഗാൾ കടുവ. രക്ഷയില്ല കേട്ടോ. കഴിച്ചിവിടെ ലാൻ കിടപ്പുണ്ട് കേട്ടോ. സിംഹണി, പെൺസിംഹമാണ് കേട്ടോ. ഫീമെയിൽ കിടപ്പുണ്ടോ അതിൻ്റെ? ഇപ്പം കിട്ടാമെങ്കിൽ ഇപ്പോൾ ഞാൻ നക്കി അങ്ങ് എടുക്കാനുള്ളതേ ഉള്ളൂ. കാണാ അതിൻ്റെ അകത്തിരിക്കുന്നു. അയ്യോ, എന്നാ സാധനം. നിങ്ങൾക്ക് കാണാമോ ഇത് ലെപ്പേഡ് കേട്ടോ. ഇത് ജാഗൂർ ആണോ എന്ന് എനിക്കറിയില്ല. ജാഗൂർ പക്ഷെ കറുത്താണ്. ഇത് ലെപ്പേഡാണ് കേട്ടോ. ഇതിൻ്റെ കറുത്തതാണ് ജാഗൂർ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ട്രിവാൻഡ്രം സൂവിൽ അത്യാവശ്യം എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ റിട്ടേൺ അടിക്കുകയാണ് കേട്ടോ. ഇനി റിട്ടേൺ ടു ഹോം, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത് പാർട്ട് 2 ആണ് കേട്ടോ, നമ്മുടെ ട്രിവാൻഡ്രം ട്രിപ്പിൻ്റെ പാർട്ട് 2. അപ്പോൾ നമ്മുടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നമുക്കിനി തിരിച്ചു പോകാനുള്ള സമയമായി. ഇവിടെ ഓരോരുത്തർ അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. വേറെ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. കുറുനരി, നിങ്ങൾ എനിക്ക് വഴി പറഞ്ഞു തരുമോ? ഡോറ, എനിക്ക് വഴി അറിയില്ല ഡോറ. ഇങ്ങോട്ട് വാടേ, ഫോട്ടോ എടുക്കട്ടെ നിങ്ങളുടെ. കണ്ടോ ഗൈസ്, കുറുനരികളെ കണ്ടോ? നമ്മുടെ ഡോറ ബുജിയുടെ കൂടെ നടക്കുന്ന കുറുനരി ഉണ്ടോ? ശത്രുവാണോ? എനിമിയാ? ഡോറയുടെ എനിമിയാ? ആ, ഓക്കെ. പോർക്ക് പൈനുള്ളൂ. നോക്കിയേ, എന്ത് വേണ്ടി ഉണ്ടോ നോക്കിയേ. ഓടി നടക്കുവാണ് ഇവിടെ അതിൻ്റെ അകത്ത്. നോക്ക്, കണ്ട മുള്ളു കണ്ടോ? മുള്ളു ഇരിക്കുന്നുണ്ട്. ഇത് കുറേ സാധനത്തിൻ്റെ. ആ ഗൈസ്, നല്ല സൂപ്പർ സീൻ ഗൈസ്. ദേ ആർ മീറ്റിംഗ്. ഗൈസ്, ഇത് ഗ്രീൻ അനാക്കോണ്ടയാണ് കേട്ടോ. നോക്കിയേ,
അനാക്കോണ്ട സിനിമകളിൽ കാണുന്ന പോലെ കണ്ടോ നോക്കണ്ടോ ഈ വെള്ളത്തിൽ നോക്കി അതിൻ്റെ വലുപ്പം നോക്കി എൻ്റെ പൊന്നെ കണ്ടോ ഓ പ്രതീക്ഷയില്ല കേട്ടോ ഇതിൻ്റെ അകത്തില്ല കഴിച്ച് ഇതിൻ്റെ അകത്തൊന്നും കാണുന്നില്ല കേട്ടോ ആ കോബ്ര അയ്യോ കോബ്ര അല്ല രാജവെമ്പാല മൈ ഗോഡ് ഗൈസ് രാജവെമ്പാല ഗൈസ് നോക്ക് രാജവെമ്പാല നോക്കി രാജവെമ്പാല കിങ് കോബ്ര ഇതൊന്നും പറയാനില്ല ഗൈസ് എന്താ നോട്ട് എന്നാ വലുതാ നോക്കി സീനല്ലേ കണ്ടോ നിൽക്കുന്ന ഇപ്പൊ ഉണ്ടോ ആശാൻ രാജവെമ്പാലം. അങ്ങനെ നമ്മുടെ ട്രിവാൻഡ്രം സൂവിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളപ്പം പുറത്തിറങ്ങി. അപ്പോൾ നമ്മുടെ ബോട്ടിൽ കൊടുത്തിട്ട് അവിടുന്ന് 20 റുപ്പീസ് റീഫണ്ടാണ് തോന്നുന്നത്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമ്മളിവിടുന്ന് ഇറങ്ങുവാണ് കേട്ടോ. ടയർഡായി. ഇനി മൊബൈൽ ചാർജില്ല. ഇതെല്ലാം കുത്തി വേണം എടുക്കണം. വണ്ടിക്കകത്ത് പോയിട്ട് കുറച്ച് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ചാർജ് ചെയ്യാമല്ലോ. ഗൈസ് അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം വിടുവാണ് കേട്ടോ. ട്രിവാൻഡ്രം വിട്ടു. നമ്മൾ ഓൺ ദ വേ ബാക്ക് ടു അവർ ഹോം. അപ്പം വഴിയിലാണ്. വഴിയിൽ നിന്ന് ഇച്ചിരി ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് പോകാൻ തോന്നി. ഇപ്പൂസിനോട് ഞാൻ പറഞ്ഞു നമ്മൾ സിറ്റി വിട്ട് വെള്ളോട്ടൊന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു സൈഡാക്കി നമുക്ക് വാങ്ങിക്കാം. കാരണം സിറ്റിയിൽ ഭയങ്കര തിരക്കാണ്. എവിടെ നിന്നൊക്കെ വണ്ടി വരുന്നത് എങ്ങനെയാണെന്നോ ഒന്നാമത് നമുക്ക് അറിയാൻ വയ്യാത്ത സ്ഥലമാണ്. മെയിനായിട്ട് പാർക്ക് ചെയ്യേണ്ട എവിടെയാണെന്നോ ഒന്നും അറിയില്ല. വെറുതെ പണി വാങ്ങിക്കണ്ടല്ലോ. പിന്നെ എന്താ പറയുക വേറൊരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ പിന്നെ അംഗം പെട്ടാൻ നിൽക്കേണ്ട കാര്യമില്ല. അപ്പം എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് ഓൺ ദ വേയിൽ നമുക്ക് എവിടെയെങ്കിലും സൈഡാക്കിക്കൊണ്ട് ഒതുങ്ങിയ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിർത്തിക്കൊണ്ട് ഏതെങ്കിലും കടയുടെ ഭാഗത്ത് നിർത്തി നമുക്ക് ഐസ്ക്രീമൊക്കെ കഴിച്ച് പതുക്കെ അങ്ങ് പോകാമെന്നുള്ള പ്ലാനിലാണ്. എന്തായാലും ഇനി പോകുന്ന വഴിക്ക് നമുക്ക് 1 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഫുഡ് കഴിക്കണം. ഇവിടെ സമയം ഏകദേശം 12:30 ആയതേ ഉള്ളൂ. 1-1:30 ആകുമ്പോഴത്തേനും നമുക്ക് ഫുഡ് കഴിക്കാൻ എവിടെയെങ്കിലും കയറണം. അവിടുന്ന് പിന്നെ നേരെ കണ്ടിന്യൂ വീട്ടിലോട്ട്. എന്തായാലും ഗൈസ് നമ്മുടെ വീഡിയോ സെക്കൻഡ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. വീട്ടിൽ ചെല്ലുന്നിടം വരെയുള്ള ചെന്നിട്ട് ബാക്കി വിശേഷം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒന്നുമില്ല ഗൈസ്. എന്താണോ പറയാൻ വന്നത് എനിക്ക് തന്നെ ബോധമില്ല ഗൈസ്. ആപ്പളെ കിളി പാറി നടക്കും.